ആ പ്രദേശത്തേക്ക് നമ്മൾ, അതായത് മുണ്ടക്കയിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തേക്ക് നമ്മൾ ഇനിയും എത്തിയിട്ടില്ല. അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2 കിലോമീറ്റർ ദൂരമുണ്ട് അങ്ങോട്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള റോഡ്. ആ റോഡിലൂടെയാണ് നമ്മൾ ഇപ്പോൾ മുകളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നും ഈ പോകുന്ന വഴിയിൽ എവിടെയാണ് പൊട്ടലുണ്ടായത് എന്നൊക്കെ നമുക്കിനി അവിടെ എത്തുന്ന സമയത്ത് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ അറിയാൻ നമുക്ക് പങ്കുവെക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഇന്നലെ നമ്മൾ രക്ഷാപ്രവർത്തകരുമായി സംസാരിച്ചപ്പോഴൊക്കെ അവർ നമ്മോട് പറഞ്ഞത്, അവർ നേരിട്ട് മണ്ണിനടിയിൽ കിടക്കുന്ന പല മൃതദേഹങ്ങളും അവർ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരെ മണ്ണിനടിയിൽ നിന്നും മരങ്ങൾക്കിടയിൽ നിന്നും പുറത്തെടുക്കാനുള്ള സംവിധാനങ്ങൾ, രക്ഷാപ്രവർത്തനത്തിലുള്ള സംവിധാനങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഉപേക്ഷിച്ച്, കണ്ടിട്ടും മൃതദേഹങ്ങൾ ഉപേക്ഷിച്ച് ഞങ്ങൾ മടങ്ങിയിട്ടുണ്ട്. ഒരു 18ഓളം മൃതദേഹങ്ങൾ ഞങ്ങൾ കണ്ടെടുത്ത് അവിടെ പുറത്തെടുത്തിട്ടുണ്ട്. പക്ഷേ പലരും വീടിനുള്ളിലും മണ്ണിനടിയിലും ഒക്കെ കുടുങ്ങി മൃതദേഹങ്ങൾ കിടക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത് എടുക്കാൻ കഴിഞ്ഞില്ലെന്ന് അവർ പറഞ്ഞിരുന്നു. ഇതൊക്കെ ഇന്ന് പുറത്തെടുക്കേണ്ടതുണ്ട്. ഇനി അവിടേക്ക്, ആ പ്രദേശത്തേക്ക് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അവിടെ ഒരു വലിയൊരു പാടി ഉണ്ടായിരുന്നത്, തോട്ടം തൊഴിലാളികളുടെ താമസ സ്ഥലം ഉണ്ടായിരുന്നത്, ലയമുണ്ടായിരുന്നത് മുഴുവനായിട്ടും ഒലിച്ചു പോയിട്ടുണ്ട്. ആ പ്രദേശമൊക്കെ എന്താണ് സംഭവിച്ചത് നമുക്ക് ഇനിയും ദൃശ്യങ്ങൾ ഇനിയും നമുക്ക് നേരിട്ട് കാണേണ്ടതുണ്ട്. ഇനിയും നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യേണ്ടതുണ്ട്. ആ വഴിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. തീർച്ചയായും 2 കിലോമീറ്റർ ദൂരം ഇനിയും ഷഹീദിന് സഞ്ചരിക്കേണ്ടതുണ്ട്. ആ ദുരന്തം ഉണ്ടായ ആ പ്രദേശത്തേക്ക് ഷഹീദ് എത്തുന്നതേ ഉള്ളൂ. പക്ഷേ പോകുന്ന വഴിക്കുള്ള ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഒന്ന്, ആ മുണ്ടക്കൈ ഭാഗത്തേക്ക്, ആ ദുരന്തം ബാധിച്ച സ്ഥലത്തേക്ക് ഷഹീദ് നടന്നു പോവുകയാണ്. തേയിലത്തോട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയാം. പക്ഷേ ഈ തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന, ആ ലയങ്ങളിൽ താമസിച്ച, പാടികളിൽ താമസിച്ചിരുന്ന തൊഴിലാളികൾ ഉണ്ടായിരുന്നു. എത്ര തൊഴിലാളികൾ ഉണ്ടായിരുന്നു, അന്യസംസ്ഥാനത്ത് നിന്ന് എത്ര പേരുണ്ടായിരുന്നു, ആ കണക്കുകളൊന്നും നമ്മൾക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ നമുക്ക് ആകെ പ്രതീക്ഷിക്കാനും പ്രാർത്ഥിക്കാനും ആശ്വസിക്കാനും മാത്രമേ കഴിയുകയുള്ളൂ. ആ തൊഴിലാളികളെല്ലാം എവിടെയെങ്കിലും സുരക്ഷിതരായി മാറി കിടക്കുന്നുണ്ടാകും. അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യം മാത്രമാണ്. മറുഭാഗത്ത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. NDRF 7 മണിയോടുകൂടി തെരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. രാവിലെ തന്നെ ആ ചൂരൽമലയുടെ, ആ വെള്ളാർമലയുടെ ഭാഗത്തേക്ക് NDRFിന്റെയും സൈന്യത്തിന്റെയും സംഘാംഗങ്ങൾ, കണ്ണൂരിൽ നിന്ന് വന്ന യൂണിറ്റ് അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ ആ പാലത്തിലൂടെ മുണ്ടക്കൈ ഭാഗത്തേക്കാണ് തെരച്ചിൽ ആദ്യം തുടങ്ങാൻ പോകുന്നത്. നേരത്തെ ജില്ലാ കളക്ടറോടൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യം, രാത്രി 8-9 മണി വരെ ഞങ്ങൾക്ക് ആ സമയം വരെ മുന്നിലേക്കെത്തിയ എല്ലാവരെയും, അത് മൃതദേഹങ്ങളിലാണെങ്കിൽ മൃതദേഹങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ, അത് രക്ഷാപ്രവർത്തകർ മുണ്ടക്കൈ ഭാഗത്തേക്ക്, ദുരന്ത മുഖത്തേക്ക് നടന്നു ചെല്ലുകയാണ്. അവിടെയുള്ള കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ തെരച്ചിൽ പുലർച്ചെ തന്നെ, വെളിച്ചം വീണ ആ സമയത്ത് തന്നെ തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളം ദൗത്യ സംഘം ഉണർന്നെണീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മലയാളിയുടെ കരുത്തിൽ വേണം വയനാടിന്, വിറങ്ങലിച്ച് നിൽക്കുന്ന വയനാടിന് അതിജീവിക്കാൻ. ഉറ്റവരെ കാത്ത്, ഉറ്റവരെവിടെയുണ്ടെന്നറിയാതെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന, ചങ്കുപൊട്ടിക്കരയുന്ന, നെഞ്ച് തകർന്ന കുറേ മനുഷ്യരുണ്ട്. അവരെ ആശ്വസിപ്പിക്കേണ്ടതുണ്ട്, കണ്ടെത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ 200ഓളം പേരെ കാണാനില്ല. ഇത് ഒരു ഔദ്യോഗികമായ കണക്കല്ല. കാരണം ഇത് തെരച്ചിൽ, ഈ ഒരു ദുരന്തമുണ്ടായി 2ാം ദിവസം മാത്രമാണ്, മണിക്കൂറുകൾ മാത്രമാണ്. എല്ലാ ഭാഗത്തേക്കും ആളുകൾക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല, എല്ലാവരോടും സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല, എത്ര ആളുകളെ കാണാതായി എന്നുള്ളൊരു കണക്കൊന്നും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ആശുപത്രിയിലൊക്കെ വന്ന ആളുകളുടെ കയ്യിലുള്ള വിവരങ്ങൾ, അവർ പറഞ്ഞൊരു കണക്ക് വെച്ച് ഏകദേശം 210ഓളം ആളുകളെ ഇനി കണ്ടെടുക്കാനുണ്ട്, ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ രക്ഷാദൗത്യം, ആ ദൗത്യ സംഘം മുണ്ടക്കൈയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പല ഭാഗങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കണ്ടെത്തി ചികിത്സ നൽകേണ്ടവർക്ക് ചികിത്സയൊക്കെ നൽകാൻ എത്രയും പെട്ടെന്ന് കഴിയട്ടെ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം.